Bella, is my skin dry today? Of course, it's more like Zahara just said. So guys, let's do a face mask for dry skin. Welcome to my happy world. So girls, before moving into the video, I have to tell you something which is very important. ഞാൻ ഈ ഫേസ് മാസ്ക് ഒക്കെ കാണിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും വിച്ച് വിൽ ബി റിലേറ്റഡ് ടു ദിസ് പർട്ടിക്കുലർ ഫേസ് മാസ്ക്. ബിക്കോസ് ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേ ബി ചില ഡൗട്ട്സ് ഒക്കെ വന്നേക്കാം. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് സ്കിപ്പ് till the end. Watch the full video so that you don't have any doubt. So let's get into the video. So, guys, please like, share, and subscribe. Don't forget to press the bell icon. സോ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത് മെയിൻലി 3 സാധനങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ജാഗ്രി ശർക്കര, സെക്കൻഡ് വൺ ഈസ് ലെമൺ നാരങ്ങ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹണി തേൻ. സോ ഇത് നമ്മുടെ ഇന്നത്തെ ഡ്രൈ സ്കിൻ ഫേസ് മാസ്കിനുള്ള ആവശ്യമായിട്ടുള്ള 3 സാധനങ്ങളാണ്. നമുക്കിനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മേക്ക് ദ ജാഗ്രി ഇൻ ടു പൗഡർ. ഞാൻ ഓൾറെഡി ഇവിടെ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് തേൻ ആഡ് ചെയ്യാം. അപ്പം ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് ശർക്കരയാണ്. ഞാൻ ഇത്തിരി ഏറെ എടുത്തതാണ്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 2 സ്പൂൺ ഓഫ് തേൻ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ദെൻ ലെമൺ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ലെമൺ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്സ് ഓഫ് ലെമൺ ധാരാളമാണ്. അത് മതി, ഒത്തിരി വേണ്ട. അതിൻ്റെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ലെമൺ എടുക്കാം. Okay, enough. The next step is to mix this. So നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി എടുത്തുക. ബിഫോർ അപ്ലൈയിങ് ഫേസ് മാസ്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു വാഷ് അവർ ഫേസ്. എന്തെങ്കിലും ഡേർട്ടോ ഇമ്പ്യൂരിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കഴുകി മുഖം വൃത്തിയാക്കുന്ന വളരെ നല്ലതാണ്. യു ക്യാൻ ഐദർ യൂസ് എ ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്യുന്ന നല്ലതാണ്. ഇനി അതൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ കടലമാവോ ചെറുപയർ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആദ്യം തന്നെ മുഖം കഴുകി ഒന്ന് വൃത്തിയാക്കണം. സോ ലെറ്റ്സ് വാഷ് അവർ ഫേസ്. വാഷ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സെൽഫ് നമ്മുടെ സ്കിൻ എന്ത് ഡ്രൈ ആണ് നമുക്ക് മനസ്സിലാവും. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. എൻ്റെ സ്കിൻ ഇത്രയും ഡ്രൈ അല്ലായിരുന്നു. ഒത്തിരി പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത്തിരി ഓയിലി സ്കിന്നായിരുന്നു. ബട്ട് ഇപ്പം ഇറ്റ്സ് ഡ്രൈ. എനിവേ നമുക്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ജസ്റ്റ് യൂസ് യുവർ ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദി ഫേസ് മാസ്ക്. Apply the face mask to your face, avoiding the eye area, and wait for 10 to 15 minutes. After that, wash it off with lukewarm water. സോ വാഷ്ഡ് മൈ ഫേസ്. ആക്ച്വലി എൻ്റെ ഡ്രൈനെസ് കുറച്ച് മാറിയിട്ടുണ്ട്. ഭയങ്കര മാറ്റമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ആദ്യം എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് കാരണമാണോ അതോ എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. കാരണം പെട്ടെന്ന് ഡ്രൈ ആയതാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം ആക്നെ മാർക്സ് ഉണ്ട്. ആക്ച്വലി ഇപ്പോഴും എനിക്ക് കുറേ ആക്നെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇച്ചിരി മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് ഡ്രൈ ആയതാണ്. ആൻഡ് ആ ഡ്രൈ ആയിട്ട് എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഒരു 2-3 ടൈംസ് ഒക്കെ ഐ തിങ്ക് ഒരു 1 ഡേ ഇടവിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് മാസ്ക് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വീക്ക്ലി ഒരു 2 ടൈംസ് ഓർ 3 ടൈംസ് ഫേസ് മാസ്ക് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. സോ നമ്മളങ്ങനെ ഒരു 2 or 3 ടൈംസ് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നല്ല ഡിഫറൻസ് വരും. ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, മൈ സ്കിൻ വാസ് നോട്ട് സോ ഡ്രൈ ബിഫോർ. പെട്ടെന്നാണ് ഇറ്റ് വാസ് എ സഡൻ ചേഞ്ച്. ഐ ഡോണ്ട് നോ ദ റീസൺ എന്നാ. സോ വെൻ ഐ സെർച്ച്ഡ് സം ഓഫ് ദ റീസൺസ്, മേ ബി ക്ലൈമറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നല്ല തണുത്ത കാലാവസ്ഥയാണെങ്കിൽ മേ ബി നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്.
പ്ലസ് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അവർ സ്കിൻ വിൽ ബി ഡ്രൈ. സോ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. ആൻഡ് ഓൾസോ നമ്മൾ എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, കെമിക്കൽസ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പണ്ടോട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്, സഡൻ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. പ്ലസ് പെട്ടെന്നായിരിക്കും ഇപ്പോൾ തണുപ്പ് കൂടുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവണം, അങ്ങനെയൊക്കെ വരുന്ന ഇത്. സോ അങ്ങനത്തൊക്കെ ആയിരിക്കും മേ ബി റീസൺസ് ഫോർ ആ ഡ്രൈ സ്കിൻ. ആൻഡ് ഈവൻ സ്ട്രെസ്സ് കാരണം ഉണ്ടാവാം, നമ്മുടെ ഡയറ്റ്സ് കാരണം ഉണ്ടാവാം. ഇതൊക്കെയാണ് മേജർ ലൈക്ക് റീസൺസ് ഫോർ ദ സഡൻ ചേഞ്ചസ് ഇൻ സ്കിൻ. ഫസ്റ്റ് പോയിന്റ് ടു നോട്ടീസ് ദാറ്റ് ഡോണ്ട് ടോക്ക് ആഫ്റ്റർ അപ്ലൈയിങ് ഫേസ് മാസ്ക്. അതായത് ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ബിക്കോസ് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ മുഖത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ്മെൻറ്റ് നടക്കുമ്പോഴത്തേനും നമുക്ക് ഫൈൻ ലൈൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രോപ്പറായിട്ട് ട്രീറ്റിലെ അഗെയിൻ ഇറ്റ് മേ ലീഡ് ടു റിങ്കിൾസ്. ഓക്കെ, സോ ഉടനെ റിങ്കിൾസ് വരുന്നല്ല, ബട്ട് ഫൈൻ ലൈൻസ് ഫോം ചെയ്യും. സോ ഡോണ്ട് ടോക്ക്. ആൻഡ് ഓൾസോ നമുക്ക് സ്കിന്നെ സ്ട്രെസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഫേസ് മാസ്ക് മുഖത്ത് വെച്ച്. ബിക്കോസ് ചില ഫേസ് മാസ്ക് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫേസ് മാസ്ക് ആയിരിക്കും. അങ്ങനത്തെ ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അതിനും പിന്നെ വേറെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ ഫേസ് മാസ്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫേസ് മൊത്തത്തിൽ വിൽ ബി റിലാക്സ്ഡ്, റൈറ്റ്? സോ ജസ്റ്റ് ഡോണ്ട് ടോക്ക് ആഫ്റ്റർ അപ്ലൈയിങ് യുവർ ഫേസ് മാസ്ക്. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ മുഖത്ത് മാത്രമല്ല, വി ഹാവ് ടു അപ്ലൈ നെക്ക് ആൻഡ് ഇയേഴ്സ് ഓൾസോ. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് സ്കിൻ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണിത്. ഒരു എന്താ പറയുന്നത്, നമ്മുടെ സ്കിൻ ഓഫ് നെക്ക്, ഫേസ് ആൻഡ് ഇയേഴ്സ് ഓൾ ആർ കണക്റ്റഡ്, റൈറ്റ്? സോ നമ്മൾ ഫേസിൽ മാത്രം എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നോട്ട് ദാറ്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് നമ്മുടെ നെക്കിലെ സ്കിൻ എന്ന് പറയുന്നത് മോർ തിൻ ആൻഡ് ഡെലിക്കേറ്റ് ദാൻ ദ ഫേസ് സ്കിന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പ്രായമൊക്കെ ആകുമ്പോൾ ആദ്യം നമുക്ക് കഴുത്തിൽ ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും. സോ നമ്മൾ മാസ്ക് ഇടുമ്പോൾ കഴുത്തിലോട്ടുകൂടി ഇടുമ്പോൾ ഇറ്റ് വിൽ ബിക്കം മോർ ഫേം ആൻഡ് സ്മൂത്തർ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ ഫേസ് എന്തേലും സണ്ണിനോട് എക്സ്പോസ്ഡ് ആണോ അതുപോലെ തന്നെ അവർ ഇയേഴ്സ് ആൻഡ് നെക്ക് ആർ ഓൾസോ എക്സ്പോസ്ഡ് ടു സൺ. സോ വി ഹാവ് ടു ട്രീറ്റ് അവർ ഇയേഴ്സ്, നെക്ക് ആൻഡ് ഫേസ് ടുഗെദർ. സോ ട്രൈ ടു അപ്ലൈ ലൈക്ക് ദാറ്റ്. ഞാൻ ഈ വീഡിയോയിൽ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് അതല്ല പ്രോപ്പർ വേ യു ഷുഡ് അപ്ലൈ ടു നെക്ക് ആസ് വെൽ ആസ് ടു ഇയേഴ്സ്. വി യൂസ്ഡ് ജാഗറി, ഹണി ആൻഡ് ലെമൺ അല്ലേ? സോ ജാഗറിയിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, വിച്ച് ഈസ് ഗുഡ് ഫോർ യുവർ സ്കിൻ ടു മേക്ക് ഇറ്റ് സ്മൂത്ത്. ആൻഡ് ഓൾസോ നമ്മുടെ ഹൈഡ്രേഷൻ കൂട്ടും. നെക്സ്റ്റ് ഈസ് ഹണി. ഹണി ഹാസ് നാച്ചുറൽ ഹിമക്റ്റൻ പ്രോപ്പർട്ടി. സോ അവർ ഡൾ dehydrated skin will be smoothened naturally and it will be moistured. And also honey has healing properties. So that നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചർ ഒക്കെ കൊണ്ടുവരും. We only added 2 to 3 drops of lemon juice into this face mask, which gives us an exfoliating effect as well as a natural glow to our face. And that was about the ingredients that I used. And what I felt about this face mask was that ഇത് ഭയങ്കര സഡൻ ആയിട്ട് പെട്ടെന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ ഭയങ്കര സ്മൂത്ത് ആക്കും. നോ, ബട്ട് ഇറ്റ് ഗിവ്സ് എ സ്മൂത്തനിങ് എഫക്ട് ടു അവർ സ്കിൻ. ആൻഡ് വെൻ യൂസ്ഡ് കണ്ടിന്യൂസ്ലി വി വിൽ ഷുവർലി ഗെറ്റ് ദറ്റ് ചേഞ്ച്. ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് ഇൻ ദ വീഡിയോ ദാറ്റ് ഒരു 2-3 ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ചേഞ്ച് മനസ്സിലാവുന്ന. ആൻഡ് ആഫ്റ്റർ അപ്ലോഡിങ് ദിസ് വീഡിയോ ഐ വിൽ ബി യൂസിങ് ദാറ്റ് ആൻഡ് ഐ വിൽ ബി ഗിവിങ് യു ഗൈസ് ആൻ അപ്ഡേറ്റ് ഓൺ ദ സെയിം. So Bella, what do you feel about my skin now? Better girl is dry than my last neck. So guys, please do try out my face mask and give a comment on that. And if you like my video, please do like, share and subscribe to our channel, and please do give a comment. Thank you for watching Bella's Happy World. It is me, Bella, signing off.